നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പറയേണ്ട, പക്ഷെ പല സമയത്തും നമ്മൾ വിസ്മരിച്ചു പോകുന്ന, നമ്മളെ വല്ലുപ്പമാരും വല്ലുമ്മമാരും സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽ അതിശ്രേഷ്ഠമായ ഒന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ. ഈ ദിക്ർ ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അവൻ്റെ ജീവിതത്തിൽ 21 വലിയ പ്രതിഫലം കിട്ടുന്നതാണ്. ഏതൊക്കെയാണ് 21 വലിയ പ്രതിഫലങ്ങൾ? അതോടൊപ്പം തന്നെ ഒരു മനുഷ്യൻ നമസ്കാരങ്ങൾക്ക് ശേഷം 11 വട്ടം ഈ ദിക്ർ ചൊല്ലിയാൽ അവനിക്ക് കിട്ടുന്ന, ജീവിതത്തിൽ കിട്ടുന്ന നേട്ടങ്ങൾ വിശദീകരിച്ച് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ച് തരുന്നുണ്ട്. അതും നമുക്ക് ഏതൊക്കെയാണെന്ന് വിശദമായി ഇൻഷാ അള്ളാഹ് നമുക്ക് ക്ലാസ്സിൽ കേൾക്കാം. അപ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നാണോ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നാണോ, അതോ വെറും ലാ ഹൗല വലാ ഖുവ എന്നാണോ പറയേണ്ടത് തുടങ്ങി ഈ ഒരു വിഷയവുമായി, ഈ ഒരു ദിക്റുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ നമ്മൾ ചെറുവിണം നടത്തുന്ന ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുക, മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അൽഹംദുലില്ലാഹ്, പടച്ച തമ്പുരാൻ പരിശുദ്ധമായ ഈ ശഅബാൻ മാസത്തിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട്. റബ്ബേ പടച്ചവനെ എല്ലാം നീ സ്വീകരിക്കണേ അള്ളാഹുവെ. കഴിഞ്ഞു പോയ റജബ് മാസത്തിലൊക്കെ എത്രയോ ആളുകളാണ് ഞങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞത്. ഒരുപാട് പേര് ഞങ്ങളിൽ നിന്നും ദ്വാരക്കാൻ പറഞ്ഞവർ തന്നെ ഖബറിലാണ്. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്ത് കൊടുക്കണേ റജബിൽ ഞങ്ങൾ ചെയ്ത അമൽ സ്വീകരിക്കണേ, ഷഅബാനിൽ ചെയ്യുന്ന അമൽ സ്വീകരിക്കണേ, റമദാനിൽ ഒരുപാട് നന്മ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ തഴവ ഉസ്താദിനെ എല്ലാവർക്കും അറിയാം. തഴവ ഉസ്താദിൻ്റെ ലോകപ്രശസ്തമായ മലയാള കാവ്യമാണ് അൽ മവാഹിബുൽ ജലിയ എന്നുള്ളത്. അതായത് ഖുർആനും ഹദീസും അതുപോലെ മറ്റ് കിതാബുകളിൽ നിന്നൊക്കെ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നുള്ള എല്ലാ വിവരണങ്ങളും കൃത്യമായി വളരെ പദ്യരൂപത്തിൽ, വളരെ കേട്ടിരിക്കാൻ പറ്റുന്ന, ഗ്രഹിക്കാൻ വേഗത്തിൽ പറ്റുന്ന ഒരു തരത്തിലാണ് അദ്ദേഹം മഹാനായ തഴവ ഉസ്താദ് അൽ മവാഹിബുൽ ജലിയ എന്ന ഒരു ഗ്രന്ഥം രചിച്ചത്. അതിൽ മരണത്തെപ്പറ്റി, സ്വർഗത്തെപ്പറ്റി, നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് ജീവിത മര്യാദകളെപ്പറ്റി ഒക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ഒരു ദിക്ർ, ആ ദിക്റിൻ്റെ ശ്രേഷ്ഠത പറയുന്ന ഒരുപാട് വരികളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ചൊല്ല് ലാ ഹൗല, ജീവിതമെപ്പോഴും സ്റ്റൈലാ, അതിനൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട, തെറ്റിപ്പോകരുതേ, അലസതയാലൊഴിക്കരുതേ. ചൊല്ല് ലാ ഹൗല, ജീവിതമെപ്പോഴും സ്റ്റൈലാ, അതിനൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട, തെറ്റിപ്പോകരുതേ, അലസതയാലൊഴിക്കരുതേ. മഹാനായ തഴവ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ കിതാബിൽ, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ആ ഒരു അതിമഹത്തായ ദിക്റിൻ്റെ ശ്രേഷ്ഠതയാണ്. ഒരു മനുഷ്യൻ അവൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ നിത്യമായി അവൻ്റെ ജീവിതത്തിൽ കൊണ്ടുപോയാൽ അവൻ്റെ ജീവിതം സ്റ്റൈലുള്ള ജീവിതമായി മാറും. അതായത് അവൻ്റെ പ്രയാസ പ്രശ്ന ജീവിതത്തിൽ നിന്നും പ്രതിസന്ധികളില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് മാറുന്നതാണ്. അതിൽ യാതൊരു ശക്കുമില്ല, സംശയവുമില്ല. അത് നമ്മൾ ജീവിതത്തിൽ നിത്യമാക്കണേ, അലസത കൊണ്ട് ഒഴിവാക്കരുത് എന്നാണ് മഹാനായ തഴവ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറയുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പരിശോധിച്ചാൽ നബി തങ്ങൾ പറഞ്ഞത് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിൻ്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് എന്ത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം.
ഇത് നമ്മൾ സാധാരണ ജീവിതത്തിൽ ചൊല്ലാറുള്ള ദിക്റാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു ദിക്റുകളുടെ കൂട്ടത്തിൽ ഇത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതുണ്ടാവാൻ പാടില്ല. പഴയ കാലത്ത് നമ്മുടെ വല്ലുമ്മമാരും വല്ലുപ്പമാരൊക്കെ എന്തെങ്കിലും ഒരു വിഷമഘട്ടം വരുമ്പോൾ അവരാദ്യം പറയില്ല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, പടച്ചോനെ അതങ്ങനെ സംഭവിച്ചല്ലേ, അതങ്ങനെ പറ്റിയല്ലേ എന്ന് അവരങ്ങനെ പറയാറുണ്ടായിരുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ആ ദിക്റ് ഇന്നത്തെ കാലത്ത്, ആധുനിക കാലത്തൊക്കെ ഈ സിനിമകളിലും സീരിയലിലും മറ്റു കോമഡി പരിപാടികളിലൊക്കെ ഈ മുസ്ലിം കഥാപാത്രങ്ങളുടെ സ്ഥിരം ഡയലോഗായി ഒന്ന് മാറിയിരിക്കുന്നു ലാ ഹൗല വലാ, ലാ ഹൗല വലാ എന്നുള്ളത്. അതൊരു പരിഹാസ രൂപത്തിലായിരിക്കാം, എന്തുമാവട്ടെ. പക്ഷേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്റിൻ്റെ ശ്രേഷ്ഠത ഒരു മനുഷ്യൻ മനസ്സിലാക്കിയാൽ അവൻ്റെ ജീവിതത്തിൽ നിന്നും അത് ഒഴിവാക്കുകയേ ഇല്ല എന്നാണ്. ഒഴിവാക്കുകയേ ഇല്ല. നമുക്ക് മഹത്തുക്കളായ പണ്ഡിതന്മാർ ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ഈ ദിക്റിൻ്റെ ഒരുപാട് ശ്രേഷ്ഠതകൾ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ആ ശ്രേഷ്ഠതകളിൽ നിന്നും നിങ്ങൾക്കിന്ന് പറയാൻ പോകുന്നത് 21 ശ്രേഷ്ഠതകളാണ്. 21 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ ഒരു മനുഷ്യൻ പറഞ്ഞാൽ 21 വലിയ പ്രതിഫലങ്ങളാണ്. 21 അല്ല, അതിനേക്കാൾ ഒരുപാടുണ്ട്. നമ്മൾ ഇന്ന് ചുരുക്കി അതിൽ നിന്നും 21 കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. അതിൽപ്പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിൻ്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ്. അതായത് സ്വർഗത്തിൽ നിന്നും അല്ലാഹു തആല ഭൂമിയിലേക്ക് സ്വർഗത്തിൻ്റെ ഒരു നിധിയായി ഇറക്കിയിട്ടുള്ള ദിക്റാണ് ലാ ഹൗല വലാ ഖുവത. ലാ ഹൗല വലാ ഖുവ എന്ന് പറഞ്ഞാലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. പക്ഷേ ഏറ്റവും സൂക്ഷ്മവും ഏറ്റവും ബൃഹത്തായതും ഏറ്റവും പരിപൂർണവുമായിട്ടുള്ള രൂപം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? ലാ ഹൗല വലാ ഖുവത, അല്ലാഹുവേ എനിക്ക് യാതൊരു ശക്തിയുമില്ല, അല്ലാഹുവേ എനിക്ക് യാതൊരു കഴിവുമില്ല, ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, അല്ലാഹുവേ ഉന്നതനും പ്രതാപശാലിയുമായ റബ്ബേ നീയല്ലാതെ ഒരു കഴിവുമില്ല, നിന്റെ കഴിവാണ് ഏറ്റവും വലിയ കഴിവ്, അല്ലേ? നിന്റെ കഴിവല്ലാതെ ഞങ്ങൾക്കൊരു കഴിവുമില്ല, ഞങ്ങൾക്കൊരു ശക്തിയുമില്ല അല്ലാ എന്നാണ് ഏകദേശം ഈ ഒരു ദുആഇൻ്റെ ദിക്റിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവാണ് ഏറ്റവും വലിയ കഴിവ്, നമുക്കൊരു കഴിവുമില്ല. ഇപ്പം നമ്മൾ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അല്ലേ, ഹയ്യാല സ്വലാഹ് ഹയ്യാലൽ ഫലാഹ്, ആ ഒരു ബാങ്കിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നാണ്. അപ്പോൾ ഈ ഒരു ദിക്റിൻ്റെ ശ്രേഷ്ഠതകളിൽപ്പെട്ട രണ്ടാമതായി മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നത് മൻ ഖാല, ഒരുവൻ പറഞ്ഞാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നൊരുത്തൻ പറഞ്ഞാൽ കാന ദവാഅൻ മിൻ 99 ദാഅ, അതായത് 99 രോഗങ്ങൾക്ക് അത് ശിഫയാണ്. ഐസറുഹ അൽ ഹമ്മ്, അതിലേറ്റവും ലഘുവായത് ഏറ്റവും കുറഞ്ഞ രോഗം എന്ന് പറഞ്ഞാൽ അത് എന്താണ്? മനക്ലേശമാണ്, മനപ്രയാസമാണ്, ടെൻഷനാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ രോഗങ്ങൾ ശിഫ, 99 രോഗങ്ങൾക്കുള്ള ഒരൊറ്റമൂലിയാണ്, ശിഫയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ. ഇതൊരു ആത്മീയമായ മരുന്നാണ്. ഞാനിത് പറയുന്നത് എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളോടാണ്. മറ്റു മതവിശ്വാസികൾക്ക് ഒരു പക്ഷേ ഇതൊക്കെ ഒരു തമാശയായിട്ടും ഇതൊക്കെ ഒരു ലുട്ടാപ്പിക്കഥയായിട്ടൊക്കെ തോന്നിയേക്കാം. അവരോട് ഞാനിത് പറയുന്നില്ല. ഞാൻ പറയുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന വിശ്വാസികളായ മുഅ്മിനീങ്ങളായ ആളുകളോടാണ്. നമ്മളിത് പറയുന്നത് ഒരു ആത്മീയമായ മരുന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ, നബി തങ്ങൾ നമ്മളോട് പറഞ്ഞു തന്ന, സ്വഹാബിമാർ കൈമാറ്റം ചെയ്തു വന്ന ഒരു ആത്മീയമായ മരുന്നാണ് ഇത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ. പിന്നെ ഇത് മൂന്നാമതായി ഒരുവൻ മാനസികമായ ടെൻഷൻ അനുഭവിക്കുന്നുണ്ടോ, ജോലിയുടെ സ്ട്രെസ് അല്ലെ, ജോലി ഭാരം, അതുപോലെ തന്നെ നമ്മുടേക്കാൾ മുതിർന്ന ഉദ്യോഗസ്ഥരെ നമ്മളെ വഴക്കു പറയുന്നു, അങ്ങനെ എന്താ പറയുക, ജോലിയുമായി ബന്ധപ്പെട്ട ഒരു അലസത, അങ്ങനെയുള്ള മനപ്രയാസങ്ങൾ, മനക്ലേശങ്ങൾ, ജോലിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കുടുംബപരമായ പ്രതിസന്ധികൾ, ഇങ്ങനെ മനസ്സിന് വല്ലാത്ത ടെൻഷനും വല്ലാത്ത പ്രയാസവും വരുമ്പോൾ മനസ്സിരുത്തിയിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് നമ്മൾ ദിക്ർ പറഞ്ഞു നോക്കി, ഇൻഷാ അല്ലാഹ് അതിൽ നിന്നൊക്കെ വലിയൊരു സമാധാനം നമുക്കുണ്ടാകും. നാലാമത്തേത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു ഫഖർ, ദാരിദ്ര്യം, അതുപോലെ ദൈൻ, കടം,
ഇതൊക്കെ ഇല്ലാതാക്കുന്ന, കരിച്ചു കളയുന്ന ഒരു ആത്മീയമായ മരുന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ദാരിദ്ര്യം ഇല്ലാതാക്കും, അതുപോലെ തന്നെ 99 രോഗങ്ങൾക്ക് ശിഫയാണെന്ന് അല്ലേ. അതും മഹാനായ തഴവ ഉസ്താദ് ബൈത്തിലൂടെ പറയുന്നുണ്ട്. ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലേഹ്യം മുഴുവനും അതിനുള്ളതാ, 99 രോഗത്തിനിതു നല്ലതാ, ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ. അപ്പോൾ എല്ലാ രോഗങ്ങൾക്കും 99 രോഗങ്ങൾക്ക്, ആത്മീയമായ രോഗങ്ങൾക്ക് ശിഫയാണ്. അതിൽപ്പെട്ട രോഗത്തിൽപ്പെട്ട ഒന്നാണ് മനക്ലേശം എന്നുള്ളത്. അഞ്ചാമത്തേത്, ഒരു മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ ചൊല്ലിയിട്ട് കിടന്നാൽ അവൻ കാണുന്ന സ്വപ്നങ്ങൾ നല്ല സ്വപ്നങ്ങൾ ഫലിക്കുന്നതാണ്. ഒരാൾ ഉറങ്ങുന്ന സമയത്ത് ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് കിടന്നാൽ, അത് ചൊല്ലിയിട്ട് കിടക്കുന്ന ദിവസം അവൻ എന്ത് നല്ല സ്വപ്നം കാണുന്നോ ആ നല്ല സ്വപ്നം അത് അള്ളാഹു അവനിക്ക് ഫലിപ്പിച്ചു കൊടുക്കുന്നതാണ്. ആറാമത്തേത് മുസ്തജാബു ദുആയാണ്. ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരു 3 പ്രാവശ്യമോ 5 പ്രാവശ്യമോ 7 11 പ്രാവശ്യം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ അവൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ഏഴാമത്തേത് ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം കിട്ടാൻ ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ കാരണമാണ് നല്ല മരണം. ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം. മരണം എവിടെ വെച്ചാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. ഇപ്പോൾ എല്ലാ തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരും സൂക്ഷിക്കുക. പണ്ടൊക്കെ ഈ കർഷകരുണ്ടല്ലോ, കർഷകർ അധ്വാനിക്കുന്നവർ, മറ്റ് ജോലികൾ, അതായത് ശരീരം നല്ലതുപോലെ അനങ്ങി ജോലി ചെയ്യുന്ന ആളുകൾ, അപ്പോൾ അവരെപ്പറ്റി നമ്മൾ പറയുമായിരുന്നു, അവർക്കൊക്കെ നല്ല ദീർഘായുസാണ്, കാരണം അവരുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഇല്ല, ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല എന്ന്. പക്ഷേ ഇന്ന് വലിയ ജിംനേഷ്യത്തിൽ പോകുന്നത് അല്ലെ, മസിലൊക്കെ വീർപ്പിക്കാൻ, കൊളസ്ട്രോൾ ഇല്ലാതാക്കാൻ വേണ്ടി ഓടുന്ന ആളുകൾ, അതുപോലെ ജിമ്മിൽ പോകുന്ന ആളുകൾ, അവരൊക്കെ അവിടെ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. രാത്രിയിൽ ഷട്ടിൽ ബാറ്റ് കളിക്കുന്നു, എന്തിനാ, കൊഴുപ്പ് കളയാൻ, ശരീരത്തിൽ അനക്കം കിട്ടാൻ, ശരീരത്തിലൊന്ന് വ്യായാമത്തിന് വേണ്ടി ഷട്ടിൽ ബാറ്റ് കളിക്കുന്നതിൻ്റെ ഇടയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. അപ്പോൾ ഇന്ന് ആളുകളുടെ മരണം വേഗത്തിലാണ്. ഞാൻ ഈ പറയുന്ന, ഇനി അടുത്ത ക്ലാസ് നിങ്ങളോട് പറയാനുണ്ടാകുമോ, അല്ലെങ്കിൽ അടുത്ത ദിവസം പറയുന്ന ക്ലാസ് നിങ്ങളിൽ ആരായിരിക്കും കേൾക്കുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഏത് സമയത്തും മരണം സംഭവിക്കാം. ആ മരണം സംഭവിക്കുന്ന സമയത്ത് നമുക്ക് നല്ല മരണം ഉണ്ടാവണം, ഹുസ്നുൽ ഖാത്തിമ. അതിന് ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ നമ്മൾ നിത്യമായി കൊണ്ടുപോകണം. എട്ടാമത്തേത്, നമ്മുടെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു വഴിയാണ് ഈ ഒരു ദിക്ർ. ഒമ്പതാമത്തേത്, നമ്മൾ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു ദിക്ർ പറഞ്ഞിട്ടാണോ പോകുന്നത്, എന്ത് കാര്യത്തിനാണോ നമ്മൾ പോകുന്നത് അത് ഖൈറായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ ഈ ഒരു ദിക്ർ കാരണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. പത്താമത്തേത്, നരകമോചനം സ്ഥിരമായി ഈ ദിക്ർ പറഞ്ഞാൽ, നമസ്കാരങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യൻ സ്ഥിരമായി അവനെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഈ ദിക്ർ പറഞ്ഞാൽ നരകമോചനം അവനക്ക് കിട്ടുന്നതാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ വിവരിക്കുകയാണ്. 11ാമത്തേത്, മീസാൻ എന്ന തുലാസിൽ വലിയ ഭാരം തൂങ്ങുന്ന വസ്തുവാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ. 12ാമത്തേത്, അർശിന്റെ താഴ്ഭാഗത്ത്, വിശാലമായ അർശിന്റെ തണലിൽ ഒരുപാട് ആളുകൾക്ക് ആ തണൽ കൊള്ളാനുള്ള സൗഭാഗ്യം അല്ലാഹു കൊടുക്കും. അതിൽപ്പെട്ട ഒരു വിഭാഗത്തെ എണ്ണുന്നത് ദിക്ർ ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് ദിക്റുകളുടെ കൂട്ടത്തിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ ഒരു മനുഷ്യൻ അധികരിപ്പിച്ചാൽ അർശിന്റെ തണൽ അല്ലാഹു നൽകുന്നതാണ്. അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. 13ാമത്തേത്, നമ്മുടെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാൻ ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ അധികരിപ്പിക്കണേ. നല്ലൊരു കാർ എടുത്തു, നല്ലൊരു വീട് വെച്ചു, നല്ലൊരു ജോലി കിട്ടി, കുട്ടിയുണ്ടായി, ഈ അനുഗ്രഹങ്ങൾ നിലനിന്ന് പോവാൻ, അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ ഈ ഒരു ദിക്ർ നമ്മൾ പതിവാക്കണമെന്നാണ്. 14ാമത്തേത്, കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടാനും സന്തോഷം ഉണ്ടാവാനും സന്തോഷം നിറഞ്ഞ വാർത്തകൾ കേൾക്കുവാനും ഈ ദിക്ർ പതിവാക്കണേ. 15ാമത്തേത്, കണ്ണേറ്, സിഹർ, കരിനാക്ക്, അസൂയ, അതുപോലുള്ള ആ ഒരു മാരകമായ ദുർബോധനങ്ങൾ, പിശാചിൻ്റെ ഉപദ്രവങ്ങളെ തൊട്ടുള്ള കാവലാണ് ഈ ഒരു ദിക്ർ. 16ാമത്തേത്, സംരക്ഷണത്തിൻ്റെ മലക്ക്, ഹിഫാലത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ മലക്കുകൾ. ആ മലക്കുകൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും ഈ ഒരു ദിക്ർ പറയുന്ന ആൾക്ക്. പിന്നെയോ 17ാമത്തേത്, ഒരാൾ ഈ ദിക്ർ എഴുതുകയോ വായിക്കുകയോ ആയിട്ട് സ്വപ്നം കണ്ടാൽ
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ഈ ദിക്ർ ഒരാൾ എഴുതുന്നതായിട്ടോ അല്ലെങ്കിൽ വായിക്കുന്നതായിട്ടോ സ്വപ്നം കണ്ടാൽ അവനിക്ക് സമ്പത്ത് അധികരിക്കുന്നതാണ് എന്ന് സ്വപ്ന വ്യാഖ്യാന കിതാബുകളിൽ നമുക്ക് കാണാം. 18-ാമത്തേത്, ഖബറിൽ നല്ലൊരു കൂട്ടുകാരനാണ്. ഖബറിൻ്റെ അദാബിനെ തൊട്ട്, അദാബുൽ ഖബർ, ഖബർ, ആ ഖബറിൻ്റെ അദാബിനെ തൊട്ടുള്ള വലിയ ഒരു കാവലാണ് ഈ ഒരു ദിക്ർ. 19-ാമത്തേത്, ബദർ യുദ്ധത്തിന് വേണ്ടി സ്വഹാബിമാരിങ്ങനെ ബദർ കളത്തിലേക്ക് വന്നു. ആ സമയത്ത് പല ആളുകളും ചോദിച്ചു, എടാ നിന്റെ കയ്യിൽ ആയുധമുണ്ടോ, നിന്റെ കയ്യിൽ ആയുധമുണ്ടോ? പലരും പറഞ്ഞു എൻ്റെ കയ്യിൽ ആയുധമില്ല, പക്ഷേ എൻ്റെ കയ്യിൽ വാളിനേക്കാൾ മൂർച്ചയുള്ള, കാറ്റിൻ്റെ വേഗതയേക്കാൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കിട്ടുന്ന ഒരായുധമുണ്ട്. ഏതാണ് ആയുധം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റാൻ എന്ന് പറഞ്ഞ സ്വഹാബിമാരുണ്ടായിരുന്നു എന്നാണ്. 20-ാമത്തേത്, നമ്മുടെ മക്കളുടെ പരീക്ഷകൾ അടുത്ത് വരികയാണ്, എക്സാം വരുന്നു, ഇൻ്റർവ്യൂ വരുന്നു, ജോലിയുടെ കാര്യം. പ്രവാസികളായ ഒരുപാട് പേര് ജോലിക്ക് റാഹത്തുണ്ടാവാൻ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അപ്പോൾ അതുപോലുള്ള ജോലി സംബന്ധമായ മറ്റ് പരീക്ഷ സംബന്ധമായ കാര്യങ്ങളൊക്കെ എളുപ്പത്തിലും റാഹത്തിലുമാവാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷവും 11 വട്ടം കുറഞ്ഞതെങ്കിലും പറയാൻ ഓരോ ആളുകളും ശ്രദ്ധിക്കണേ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 21-ാമത്തേത്, മക്കളില്ലാതെ വിഷമിക്കുന്നവരെ, കല്യാണ പ്രായമെത്തിയിട്ട് കല്യാണം ശരിയാവാത്ത വിഷമിക്കുന്നവരെ, അതുപോലെ തന്നെ നല്ല ജോലിയില്ലാത്തവരെ, ഖൈറായ ജോലിയും ഖൈറായ മക്കളെയും ഖൈറായ വീടുമൊക്കെ കിട്ടാൻ ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ നമുക്ക് ഉപകാരപ്രദമാണ്. അത് നിത്യമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക. അൽഹംദുലില്ലാ, നമ്മൾ പറഞ്ഞത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന സ്വർഗത്തിൻ്റെ നിധി, ആ നിധിയുടെ 21 പ്രത്യേകതകളാണ്, 21 മഹത്വങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും പരിശുദ്ധമായ ഈ ഒരു ദിക്ർ ഒരു 11 വട്ടം ചൊല്ലാൻ പറ്റിയാൽ അത് വലിയ ഖൈറാൻ. അല്ലാഹു തആല നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ മാറ്റിത്തരുമാറാവട്ടെ. ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു 11 വട്ടം ചൊല്ലുക. لا حول ولا قوة إلا بالله العلي العظيم. 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 അല്ലാഹു തആല ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ നിത്യമായി കൊണ്ടുപോവാൻ, അവസാനം ഇത് നമ്മളെ ഒരുപാട് വട്ടം ചൊല്ലി അവസാനം കെലിമ പറഞ്ഞ് സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് മരിക്കുന്ന, ഫോട്ടോ കണ്ട് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്രയും സമയം നമ്മൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞതിൻ്റെ ഫضല് കൊണ്ട് നമ്മുടെ ദുആയിനെ അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഈ ദിക്റിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി മറ്റുള്ളവർ കൂടി ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.